മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2016 മെയ് 16 ഇന്ന് ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്. കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരെല്ലാം, കുറെയെല്ലാം ഇന്ത്യക്കാരല്ലാത്തവരും കേരളത്തിൻ്റെ ഇലക്ഷൻ കാര്യമായി നോക്കി നിൽക്കുന്ന ഒരു പ്രതിഭാസം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിൻ്റെ ഈ ഇലക്ഷൻ മുമ്പോട്ട് വെച്ച് നീട്ടുന്നുണ്ട്. ആ പ്രതിഭാസത്തിൽ നമുക്കെല്ലാവർക്കും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും പേരിൽ നമ്മളെ തമ്മിൽ വിഘടിപ്പിച്ചവര് എല്ലാവരും മതേതരത്വത്തിൻ്റെ മൂടുപടമണിഞ്ഞ് നമ്മളെ ഭരിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയോട് ഒരു 5 വർഷം ആരാണ് കേരളത്തെ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവസരം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഭാരതത്തെ സ്നേഹിക്കുകയും നമ്മുടെ പൈതൃകത്തെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് ആദരിക്കുകയും ആദരിക്കണമെന്ന് പറയുകയും ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുകയും അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും സംസ്കാരത്തിനും എതിരാകരുത് എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും നാം ഒന്നായിട്ട് നമ്മുടെ പരിമിതികൾക്കെതിരെ പ്രവർത്തിക്കണമെന്ന് പറയുകയും നമ്മുടെ രാഷ്ട്രത്തെ സമുജ്വലമാക്കണമെന്ന് പറയുകയും ഭാരത മാതാവിനെ ആദരിക്കണമെന്ന് പറയുകയും ഇങ്ങനെയുള്ള ദേശീയ ദേശ സ്നേഹ അടിസ്ഥാനമായിട്ടുള്ള ആഹ്വാനങ്ങൾ നൽകുകയും അതിഗംഭീരമായിട്ട് ഭാരതത്തെ വികസിപ്പിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യാൻ ആർക്കെങ്കിലുമെല്ലാം സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ജയിപ്പിക്കണം. ഒരു കുടുംബത്തിന്റെ നന്മ, ഒരു സംസ്കാരത്തിന്റെ നന്മ, ഒരു സമൂഹത്തിന്റെ നന്മ, ഒരു രാഷ്ട്രത്തിന്റെ നന്മ, ആ രാഷ്ട്രത്തിലൂടെ ലോക നന്മ ആരാണോ വാഗ്ദാനം ചെയ്യുന്നത്, വ്യക്തി അധിഷ്ഠിതമായിട്ട്, കുടുംബ അധിഷ്ഠിതമായിട്ട്, വിദേശത്ത് ജനിച്ച ഏതോ ചിന്താധാരയുടെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നവര് വേണോ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ബഹുമാനത്തോടുകൂടി ആ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്നവർ വേണോ എന്ന് തീരുമാനിക്കുന്ന ദിവസം ഒരു കാരണവശാലും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകാതിരിക്കരുത്. ഇന്നലെ വളരെ ഭംഗിയായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ചെറിയ ന്യൂസ്, 5 വർഷങ്ങൾക്ക് മുമ്പ് 0.69%, 1% താഴെ വോട്ട് മാറിയതുകൊണ്ടാണ് 40 സീറ്റുള്ളവർക്ക് 79 സീറ്റായി മാറിയത് എന്നുള്ളത് മറക്കരുത്. 40 സീറ്റുള്ളവർക്ക് 79 സീറ്റായി മാറിയത് 1% താഴെ വോട്ടിലുണ്ടായ മാറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും
ഒരാള് പോലും മുടങ്ങാതെ എത്ര സമയക്കുറവുണ്ടെങ്കിലും ആരോഗ്യക്കുറവുണ്ടെങ്കിലും ഇലക്ഷന് പോകണം. ഈ സന്ദേശം കേൾക്കുന്ന കേരളത്തിന് പുറത്തുള്ളവര്, ഭാരതത്തിന് പുറത്തുള്ളവര് അവരുടെ ബന്ധുക്കളോട്, കേരളത്തിലുള്ള ബന്ധുക്കളോട് പറയണം, ഒരു കാരണവശാലും അടുത്ത 5 വർഷം ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെ നഷ്ടപ്പെടുത്തരുത്. അത് നമ്മുടെ ധന്യമായ അവകാശമാണെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരും വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരും തെളിവോടുകൂടി രാഷ്ട്രത്തിനു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നവരും ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ ആധിപത്യമില്ലാതെ സ്വതന്ത്ര ജനാധിപത്യത്തിന്റെ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണോ അവരെ ധന്യമായി കസേരയിലിരുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.